നമസ്കാരം. ഒന്നും മിണ്ടാതിരിക്കേണ്ട ട്രംപേ, തനിക്ക് വേറെ പണിയൊന്നുമില്ലേ? വിളിക്കാത്ത കല്യാണത്തിന് താൻ എന്തിനാ കൈകഴുകിയിരിക്കുന്നത്? നാണമുണ്ടോ, ഉളുപ്പുണ്ടോ, ബോധമുണ്ടോ, വകതിരിവുണ്ടോ? ചോദിക്കുന്നത് മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം ശശി തരൂരാണ്. ഇന്ത്യയുമായുള്ള പല കാര്യങ്ങളിലും ട്രംപ് അനാവശ്യ വിവാദങ്ങൾ സൃഷ്ടിക്കുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് തരൂർ ട്രംപിന്റെ മുഖത്തു നോക്കി ചോദ്യം ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടെ മോദി ഉണ്ടല്ലോ പറയാൻ. മോദി പറയും, താൻ കേട്ടാൽ മതി എന്ന് കൂടി തരൂർ ചേർത്ത് വെച്ചതോടുകൂടി പിന്നെയും കോൺഗ്രസുകാരുടെ ആത്മാഭിമാനം നെഞ്ചത്തടിച്ച് നിലവിളിച്ചു. തരൂർ ഇങ്ങനെ ചാടിക്കളിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അടിവേര് വരെ കരിഞ്ഞുണങ്ങിയ കോൺഗ്രസുകാരുടെ കൂടെ നിന്നിട്ട് ഇനി യാതൊരു കാര്യവുമില്ല എന്ന് തിരിച്ചറിഞ്ഞത് മുതലാണ് തരൂരിന്റെ മനസ്സിനൊരു ചാഞ്ചാട്ടം തുടങ്ങി. ആദ്യം കേരളത്തിലൊരു മന്ത്രി കസേര കിട്ടിയാലോ എന്നായിരുന്നു. അങ്ങനെ പിണറായി സ്തുതിയിൽ തുടങ്ങി. ഒടുവിൽ കേരളം വേണ്ട, കേന്ദ്രം മതി എന്നായി. ഇതുപോലെ പാൽ തന്ന കൈക്ക് കൊത്തി പിന്നെയും അതേ കൈയിൽ നിന്ന് പാല് കുടിക്കുന്ന മറ്റൊരു നേതാവ് ഉണ്ടോ എന്ന് സംശയമാണ്. കോൺഗ്രസുകാർ കടക്കുപുറത്ത് എന്ന് പറഞ്ഞാൽ ആ നിമിഷം പെട്ടിയും കിടക്കയും എടുത്ത് തരൂർ BJP-യിൽ കുടിയേറും. അത് പൊതുവെ ദുർബല, കൂടെ ഗർഭിണിയും എന്ന് പറഞ്ഞിരിക്കുന്ന കോൺഗ്രസുകാരെ സംബന്ധിച്ചിടത്തോളം വലിയ അടിയാവും. അതുകൊണ്ട് തന്നെയാണ് തരൂരിന്റെ കാര്യം വരുമ്പോൾ രാഹുൽ ഗാന്ധിക്ക് പോലും ഒരല്പം ആശയക്കുഴപ്പം. എന്നാൽ അടുത്ത സമയത്ത് കോൺഗ്രസുകാർ ഒരു എല്ലിൻ കഷ്ണം കാണിച്ചപ്പോൾ തരൂരിന്റെ മനസ്സ് ഒരു വട്ടം അങ്ങോട്ടും ചാടി. എന്നിട്ടിപ്പോൾ ദേ പിന്നെയും പോയതുപോലെ തിരിച്ചു വന്നിരിക്കുന്നു. ആ വരവിലാണ് കേരളവും ഇന്ത്യയും കടന്നങ്ങ് അമേരിക്കയിൽ ഇരിക്കുന്ന ട്രംപിനെ പോലും തരൂർ മോദിക്ക് വേണ്ടി കിട്ടുകിട്ട വിറപ്പിച്ചത്. ഇന്ത്യയുടെ തീരുമാനങ്ങൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകത്തോട് അറിയിക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് MP ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയുടെ തീരുമാനങ്ങളെ കുറിച്ച് ട്രംപ് അറിയിപ്പ് നൽകുന്നത് നല്ലതാണെന്ന് താൻ കരുതുന്നില്ല എന്നും ശശി തരൂർ പറഞ്ഞു. വാർത്താ ഏജൻസിയായ ANI-യോടായിരുന്നു ശശി തരൂരിന്റെ പ്രതികരണം. ഇന്ത്യയുടെ തീരുമാനങ്ങൾ ഇന്ത്യ അറിയിക്കുമെന്ന് താൻ കരുതുന്നു എന്നും ട്രംപ് എന്ത് ചെയ്യണമെന്ന് ഇന്ത്യക്കാർ ലോകത്തോട് പറയാറില്ല എന്നും അതുകൊണ്ട് ഇന്ത്യ എന്ത് ചെയ്യുമെന്ന് ലോകത്തോട് ട്രംപ് പറയരുത് എന്നുമാണ് താൻ കരുതുന്നതെന്നും ശശി തരൂർ പറഞ്ഞു. ട്രംപ് ചെയ്യുന്നതോ ചെയ്യാൻ പോകുന്നതോ ചെയ്തതോ ട്രംപിന് തന്നെ അറിയില്ല എന്താണെന്നോ എന്തിനാണെന്നോ. അപ്പോൾ പിന്നെ ഇന്ത്യയല്ല കാണിപ്പയ്യൂർ പ്രശ്നം വെച്ചാലും അത് ലോകത്തോട് വിളിച്ചു പറയാൻ പറ്റില്ല. നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങില്ല എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നോട് പറഞ്ഞെന്ന് ട്രംപ് അവകാശവാദം ഉന്നയിച്ചിരുന്നു. പിന്നാലെ ഈ വാദങ്ങൾ കേന്ദ്രം തള്ളിയെങ്കിലും എണ്ണ വാങ്ങില്ല എന്ന വാദത്തിൽ ട്രംപ് ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇന്നലെയും സമാന അവകാശവാദങ്ങളുമായി ട്രംപ് രംഗത്തെത്തിയിരുന്നു. ഈ വർഷാവസാനത്തോടെ റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഗണ്യമായി കുറയ്ക്കുമെന്ന് മോദി പറഞ്ഞതായി ട്രംപ് പറഞ്ഞിരുന്നു. അതേസമയം റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവസാനിപ്പിച്ചില്ല എങ്കിൽ ഇന്ത്യ വലിയ വില നൽകേണ്ടി വരുമെന്ന മുന്നറിയിപ്പും ട്രംപ് നൽകിയിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് തുടർന്നാൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേലുള്ള തീരുവ ഇനിയും ഉയർത്തിയേക്കുമെന്നും ട്രംപ് പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി സംസാരിച്ചുവെന്നും അദ്ദേഹത്തോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് നിർത്തുമെന്ന് മോദി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും അത് തുടർന്നാൽ അവർ വൻതോതിൽ താരിഫ് നേരിടേണ്ടി വരുമെന്നുമാണ് ട്രംപ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഇത്തരം കാര്യങ്ങളിൽ ട്രംപ് നടത്തുന്ന വസ്തുതാവിരുദ്ധമായ പരാമർശങ്ങളോടാണ് തരൂർ കടുത്ത ഭാഷയിൽ പ്രതികരിച്ചിരിക്കുന്നത്. ഇനി ഇതൊക്കെ ട്രംപ് കേൾക്കുമോ ഭയക്കുമോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. എന്തായാലും കോൺഗ്രസിൽ നിന്ന് ഒരാളെങ്കിലും മോദിയെ ഇത്ര കണ്ട് വിശ്വസിക്കുകയും അത് മടിക്കാതെ വിളിച്ചു പറയുകയും ചെയ്യുന്നുണ്ടല്ലോ, അതൊരു വലിയ സംഭവം തന്നെയാണ്. പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ മോദിയെ ട്രംപുമായി ബന്ധപ്പെടുത്തി ആരോപണങ്ങൾ പടച്ചുവിടുന്നു. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച